അടിമാലി മച്ചിപ്ലാവ് സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും വിശുദ്ധ സെബസ്ത്യാനുസിന്റെയും തിരുനാളിന് ഈ മാസം 6-ന് തുടക്കം കുറിക്കും. 6, 7, 8 തീയതികളിലാണ് തിരുനാൾ നടക്കുന്നത്. തിരുനാൾ ആഘോഷങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി പള്ളി വികാരി ഫാദർ മാർക്കോസ് ചിറ്റേമാരിയിൽ പറഞ്ഞു. 6, 7, 8 തീയതികളിലാണ് അടിമാലി മച്ചിപ്ലാവ് സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് തിരുനാളിന് കൊടി ഉയരും. ലതീഞ്ഞ, തിരുസ്വരൂപ പ്രതിഷ്ഠ, നൊവേന എന്നിവയ്ക്ക് ശേഷം ആഘോഷമായ വിശുദ്ധ കുർബാനയും പ്രസംഗവും നടക്കും. ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി നേതൃത്വം നൽകും. തിരുനാളിന്റെ 2-ാം ദിനം ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ തോമസ് പുത്തൂർ നേതൃത്വം നൽകും. ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ചാറ്റുപാറ കുരിശടിയിലേക്ക് പ്രദക്ഷിണം നടക്കും. പിന്നീട് പള്ളിയിൽ ദിവ്യകാരുണ്യ ആശീർവാദം നടക്കും. തിരുനാളിന്റെ അവസാന ദിവസം ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ വിനീത് മേക്കൽ നേതൃത്വം നൽകും. ഫാദർ ആന്റണി പുത്തൻകുളം തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് മച്ചിപ്ലാവ് കുരിശടിയിലേക്ക് പ്രദക്ഷിണവും പള്ളിയിൽ ദിവ്യകാരുണ്യ ആശീർവാദവും ഊട്ടുനേർച്ചയും നടക്കും. തിരുനാൾ ആഘോഷങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി പള്ളി വികാരി ഫാദർ മാർക്കോസ് ചിറ്റമാരിയിൽ പറഞ്ഞു. വരുന്ന വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ, അതായത് ഫെബ്രുവരി 6, 7, 8 തീയതികളിൽ വാർഷിക തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ തിരുനാളിൻ്റെ പ്രത്യേകത വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മരണത്തിൻ്റെ 800-ാം വർഷത്തോടനുബന്ധിച്ച് ലയോ മാർപ്പാപ്പ ഈ ദേവാലയം ഉൾപ്പെടെയുള്ള വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമധേയത്തിലുള്ള എല്ലാ ദേവാലയങ്ങളെയും തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2026 ജനുവരി 10 മുതൽ 2027 ജനുവരി 10 വരെയാണ് തീർത്ഥാടന കേന്ദ്രമായി ഈ ദേവാലയം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. തിരുനാളിന്റെ 1-ാം ദിനം വൈകിട്ട് 6-ന് വാഹന വെഞ്ചരിപ്പും, 2-ാം ദിനം വാദ്യമേളങ്ങൾ, ആകാശവിസ്മയം എന്നിവയും, 3-ാം ദിനം വൈകിട്ട് 7-ന് ഗാനമേളയും നടക്കും. കൈക്കാരന്മാരായ റോയി മാണിക്കത്താൻ, ഷൈജു ഇടക്കുടിയിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരുനാൾ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. സിറ്റി വിഷൻ, അടിമാലി.